ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. പ്രശസ്ത നടൻ പൃഥ്വിരാജിന്റെ അമ്മയും നടിയുമായ മല്ലിക സുകുമാരൻ കഴിഞ്ഞ ദിവസം ഒരഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ആരെങ്കിലും സിനിമയിലേക്ക് വിളിക്കുമ്പോൾ എനിക്ക് വയ്യ മോനെ, പ്രായമൊക്കെയായി, ഇനി കുറച്ച് വീട്ടിലിരിക്കട്ടെ എന്ന് പറയാറുണ്ടോ? അങ്ങനെയല്ല, എല്ലാതും കൂടെ ഒപ്പം ചെയ്യാൻ പറ്റില്ല. സിനിമയാണെങ്കിൽ അത് ഫുള്ള് കഴിഞ്ഞിട്ട് വേറെ പോകാൻ പാടുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊന്നും എന്നെ കൊണ്ട് വയ്യ എന്ന് അപ്പോൾ പറയാറുണ്ട്. ഒരു സിനിമ കഴിഞ്ഞ് 2 ദിവസം പൂർണ്ണ റെസ്റ്റ്, തേച്ചുകുളി, ഇതൊക്കെ എനിക്ക് നിർബന്ധമാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത വർക്ക്. അല്ലാതെ ഓടി നടന്നിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റില്ല. പക്ഷെ ചെറുപ്പത്തിൽ അങ്ങനെയല്ല. ഇന്ന് സേലത്തിലാണെങ്കിൽ അടുത്ത ദിവസം മദ്രാസിലായിരിക്കും, അടുത്ത ദിവസം കൊച്ചിയിലായിരിക്കും. അങ്ങനെ വർക്ക് ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒരു 40 വയസ്സ് വരെയൊക്കെ ഇതായിരുന്നു എന്റെ അവസ്ഥ. അതൊക്കെ അന്ന് എൻജോയ് ചെയ്തിരുന്നോ എന്ന ചോദ്യത്തിന് അന്ന് ഇന്നത്തെ പോലെയല്ലല്ലോ. സേലത്തൊരു ഔട്ട്ഡോർ എന്ന് പറയുന്നത് ജയഭാരതി, ശ്രീലത, മീനച്ചേച്ചി, അങ്ങനെ കുറച്ചു പേർ ഒരു ഗ്യാങ് ആയിരുന്നു. അന്ന് ഒരുവിധപ്പെട്ട കോമഡി റോളുകളിൽ ഞങ്ങളൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഓരോരുത്തർ വിളിക്കും, ഞാൻ കുറച്ച് ഉണ്ണിയപ്പം കൊണ്ടുവരാം, നീ ഉപ്പുമാങ്ങ എടുത്തോ, മറ്റേയാൾ അച്ചപ്പം കൊണ്ടുവാ. ഇങ്ങനെ ഓരോരുത്തരും ഓരോന്ന് കൊണ്ടുവരും. അതൊക്കെ പിക്നിക് പോകും പോലെ ഒരു സുഖവാ. വളരെ എൻജോയ് ചെയ്തിരുന്നു. ഇപ്പോൾ അതൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നു. എല്ലാവരും മല്ലികാമ്മയുമായി ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആദ്യം പറയുന്ന കാര്യം നല്ലതായിരുന്നു എന്നാണ്. പിന്നീട് പറയും പുള്ളിക്കാരി കുറച്ച് തള്ളാണല്ലേ എന്നായിരിക്കും. ഇതിന് മല്ലികയുടെ മറുപടി ഇങ്ങനെ: ഈ തള്ളി എന്ന വാക്ക് എന്നാ വന്നേ? ഈ അടുത്ത കാലത്ത്. ന്യൂ ജനറേഷന്റെ കണ്ടെത്തലുകളാണ്. പണ്ട് ചെത്തി നടക്കുക എന്ന് പറയലായിരുന്നു. ഇന്ന് അതൊക്കെ പോയി തള്ളായി. ഞാൻ ആരെയായിരിക്കും തള്ളുന്നത്? ഒന്നുകിൽ എന്റെ മക്കളെ, അല്ലെങ്കിൽ സുഖുവേട്ടനെ, അല്ലെങ്കിൽ സുഖുവേട്ടനും മക്കളും സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച സമയത്തെ. ഞാൻ വല്ലവരെയും തള്ളുന്നില്ല, എന്റെ കൊച്ചുങ്ങളെയും ഭർത്താവിനെയുമാണ് തള്ളുന്നത്. സൗകര്യമുണ്ടെങ്കിൽ കണ്ടാൽ മതി. ഞാൻ പറയാനുള്ളതൊക്കെ പറയും. ഞാൻ പറയുന്നില്ല പൊന്നുമക്കളെ ഇതൊന്ന് കാണണേ എന്ന്. ആരും കാണേണ്ടെന്നേ. നിങ്ങൾ കണ്ടത് കൊണ്ടല്ലേ തള്ളാണ്, അതാണ്, ഇതാണ് എന്നൊക്കെ പറയുന്നത്. വിട്ടേരെ. ഇതിൽ അവരുടെ ചാനൽ വളരും എന്നല്ലാതെ എനിക്ക് നയാ പൈസ തരത്തില്ല. അത് അവരുടെ വീട്ടിൽ കൊണ്ടുപോകുക. ഇത്രയും ചെറുപ്പം തോന്നിക്കുന്ന അമ്മയെ എന്തിനാണ് സിനിമയിൽ നര കൊടുത്ത് ഇരുത്തിയിരിക്കുന്നേ എന്ന് ചോദിച്ചപ്പോൾ എന്റെ മുടിയിൽ ഡൈ ഇടാതിരുന്നാൽ വളരെ നല്ലതാ. ചില കഥാപാത്രങ്ങൾക്ക് വിഗ് ആവശ്യമായി വരും. ചിലതിൽ ബോബ് ചെയ്ത മുടി മതി എന്ന് പറയും. പിറ്റേ ദിവസമായിരിക്കും വിളിച്ചു പറയുന്നത് നിങ്ങളുടെ ക്യാരക്ടർ ഇങ്ങനെയാണ് എന്നൊക്കെ. ചേച്ചി ഒരുപാട് ഇന്റർവ്യൂവിൽ പങ്കെടുത്ത ആളല്ലേ. ഏതെങ്കിലും ഇന്റർവ്യൂവിൽ മക്കളെയും ഹസ്ബൻഡിനെയും കുറിച്ച് പറയാതിരുന്നിട്ടുണ്ടോ? നല്ല ചോദ്യം. ഞാൻ എന്തെങ്കിലും ഉത്തരം പറയുമ്പോൾ അത് അവസാനിക്കുന്നത് അവരിലായിരിക്കും. അങ്ങനെ പറഞ്ഞു പോകുന്നതാ, അല്ലാതെ മനഃപൂർവ്വം തള്ളുന്നതൊന്നുമല്ല. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അങ്ങനെ പോയി, പിന്നെ സുഖുവേട്ടൻ വന്നു, പിന്നെ മക്കളൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ മക്കളിലേക്ക് വന്നു. അതങ്ങനെ വന്നു പോകുന്നതാണ്. എനിക്ക് ചിലപ്പോൾ ചിരി വരും. ആദ്യം എന്റെ കഥ എഴുതിയത് സുഖുവേട്ടനാണ്. ഒരു 54 കൊല്ലം മുൻപുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹവും മക്കളും തമ്മിലുള്ള ഫോട്ടോയും പറഞ്ഞിട്ടുമുണ്ട്. എന്നാലും ആളുകൾക്ക് എന്തോ ഭയങ്കര സുഖവാ. CID രഹസ്യം കണ്ടുപിടിക്കുന്നത് പോലെ. കഷ്ടം. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും മാനസിക സുഖം കാണുമായിരിക്കും.